UDF ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ടിനെതിരെ രൂക്ഷ വിമർശനവുമായി കാന്തപുരം വിഭാഗം. സഖ്യവുമായി ബന്ധപ്പെട്ട UDFന്റെ വാദം പരിഹാസ്യമെന്ന് മുഖപത്രമായ സിറാജിൽ എഴുതിയ ലേഖനത്തിൽ SY സംസ്ഥാന ജനറൽ സെക്രട്ടറി റഹ്മത്തുള്ള സഖാഫി എളമരം. ജമാഅത്തെ ഇസ്ലാമിയുടെ ധൃതരാഷ്ട്ര ആലിംഗനം എന്ന തലക്കെട്ടിലാണ് ലേഖനം. ജമാഅത്തെ ഇസ്ലാമിയെ ശുദ്ധികലശം ചെയ്ത് മുന്നണിയിൽ എത്തിച്ചിരിക്കുകയാണ് UDFിലെ ചില നേതാക്കളെന്ന് തുടങ്ങുന്നതാണ് SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി റഹ്മത്തുള്ള സഖാഫി എളമരത്തിന്റെ ലേഖനം. ഇതിനായി പറയുന്ന ന്യായങ്ങളെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്യുന്നു സിറാജിലെ ലേഖനം. ജമാഅത്തെ ഇസ്ലാമിയുമായല്ല സഖ്യം, വെൽഫെയർ പാർട്ടിയുമായാണ് എന്ന ന്യായീകരണം RSSുമായല്ല BJPയുമായാണ് സഖ്യം എന്ന് പറയും പോലെയാണ്. മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന് പറയാൻ ജമാഅത്തെ ഇസ്ലാമി തയ്യാറായിട്ടുണ്ടോ എന്ന ചോദ്യവും റഹ്മത്തുള്ള സഖാഫി മുന്നോട്ട് വെക്കുന്നു. വെൽഫെയർ പാർട്ടിയുടെ രാഷ്ട്രീയ ശരീരത്തിന് ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്ന് വേറിട്ട അസ്തിത്വമുണ്ടോ? വെൽഫെയർ പാർട്ടി രൂപീകരിച്ചത് ജമാഅത്തെ ഇസ്ലാമി അല്ല എന്ന് തെളിയിക്കാൻ സാധിക്കുമോ തുടങ്ങിയ ചോദ്യങ്ങളും റഹ്മത്തുള്ള സഖാഫി ചോദിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും സ്ഥാനമാനങ്ങൾ വഹിക്കുന്നതും നിഷിദ്ധമാണെന്ന് എഴുതിയ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയിലെ ഭാഗവും ലേഖനത്തിലുണ്ട്. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിക്കുന്നുവെങ്കിൽ അതിൽ ഏറ്റവും സന്തോഷിക്കുന്നത് മുസ്ലിങ്ങൾ തന്നെ ആയിരിക്കുമെന്നും അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ ഇപ്പോഴും മതരാഷ്ട്രവാദം ഉന്നയിക്കുന്നുണ്ടെന്നും ലേഖനം ചൂണ്ടിക്കാട്ടുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രസങ്കല്പവും മതേതര രാഷ്ട്രീയവും ഒരേ പാത്രത്തിൽ വേവുമെന്ന് തോന്നുന്നില്ലെന്ന വിമർശനം കൂടി മുന്നോട്ട് വെച്ചാണ് ലേഖനം അവസാനിക്കുന്നത്. സമസ്ത മുശാവറ അംഗം ഉമർ ഫൈസി മുക്കം, SYS സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി ഹമീദ് ഫൈസി അമ്പലക്കടവ് എന്നിവർ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെ രംഗത്ത് വന്നിരുന്നു. കൈരളി ന്യൂസ്, കോഴിക്കോട്.